ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട് മഴയൊക്കെ? ഇന്നിവിടെ സാറ്റർഡേ ഇപ്പോൾ രാവിലെ 10 മണി തൊട്ട് മഴ പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ മഴയൊന്ന് നീങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു. പണ്ടൊക്കെ മഴ പെയ്യുമ്പോൾ തന്നെ പരിപ്പോടിയും ചായയും പഴംപൊരിയും ഒക്കെ അതൊക്കെ ഒരു ട്രെൻഡാണ്. പിന്നെ മഴയുടെ ഭംഗിയും ഒക്കെ. പക്ഷേ ആ മഴയുടെ ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിക്കുന്നു പറയുന്നു, അതിനപ്പുറത്തോട്ട് ഒരുപാട് പേര് മഴ പെയ്യുന്നത് കാണുമ്പോഴേ തന്നെ വ്യസനിക്കുന്ന വേദനിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു കേട്ടു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വിഭാഗം ജനങ്ങൾ അതിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പരിപ്പോടിയും പഴംപൊരിയും ചായയൊക്കെ കഴിക്കാന്ന് പറയുന്നത് കഴിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മളിങ്ങനെ നമ്മൾ ഒരു ആൾക്കാർ ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം അവർക്ക് കാണുമ്പോൾ ആ ദുഃഖം ഇരട്ടിയാവില്ലേ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടേ തന്നെ ഇല്ല കേട്ടോ. നമ്മൾ ചക്കക്കൂട്ടാനൊക്കെ കഴിച്ചു, നല്ല രസമാണല്ലോ. നല്ല മഴ പെയ്യുമ്പോൾ നല്ല ചക്കക്കൂട്ടാനും കാപ്പിയൊക്കെ കഴിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പൊ അതൊക്കെ വീഡിയോ ഇടാൻ നല്ലതായിരുന്നു. പക്ഷെ ഞാനത് വീഡിയോ ഇടാഞ്ഞതിന്റെ കാരണം അതാണ്. മഴ കോമ്പിനേഷൻസ് വീഡിയോ ഇട്ടിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ബീഫ് കറി വെക്കാൻ പോവാണ്. നാളെ സൺഡേ നമുക്ക് ബിരിയാണി വെക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ബീഫ് റെഡിയാക്കി വെക്കുന്നു. ഇനി നാളെയാണ് ബിരിയാണിയും ബാക്കി വേവിച്ച ബീഫിനെയൊക്കെ കറിയാക്കുന്ന സെറ്റൊക്കെ നാളെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് എങ്ങനെയാണ് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചേർത്തിട്ടാണ് അത് തിരുമ്മി വെക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഒരുപാട് നേരം ഞാൻ വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ചോരയുടെ അംശമൊക്കെ ഇനി പോകാനായിട്ട്. എന്നിട്ട് ഇനി ഇതിൽ തിരുമാനായിട്ട് ഞാൻ പൊടികളായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, പെരിഞ്ജീരകം, അത്രയാണ് പൊടികളായിട്ട് ചേർത്തിട്ടുള്ളത്. മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സവാളയുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഇത് നന്നായിട്ട്, ഉപ്പുണ്ട് കേട്ടോ, ഉപ്പില്ലാതെ ഒരു കഥയില്ലേ, ഉപ്പുണ്ട്. അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ദേ നേരത്തെ കാണിച്ച എല്ലാ കാര്യങ്ങളും ബീഫിൽ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം നന്നായി തേച്ചൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ വേവ് പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് കിട്ടുന്ന ബീഫ്, നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന കടയിൽ നിന്ന് മേടിക്കുമ്പോഴൊക്കെയുള്ള ബീഫിന്റെ എത്ര വിസിൽ വരണം എന്നൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. അപ്പം ഞാൻ എന്തായാലും ഒരു 6 വിസിലൊക്കെ വെക്കും. കാരണം ഇറച്ചി ഇങ്ങനെ കടിച്ച് കടിച്ച് വേദനിച്ച് കഴിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഏത് മാംസമാണെങ്കിലും അത് നന്നായി കുക്ക് ചെയ്ത് കഴിക്കുക, നമുക്ക് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുക, ച്യൂവബിൾ ആവാൻ പറ്റുക, നന്നായി കടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് പ്രായമായവർക്കായാലും പ്രായമല്ലാത്തവർക്കായാലും എല്ലാവർക്കും നല്ലത് വേവിച്ച് കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഞാനൊരു 6 വിസിലൊക്കെ വന്നിട്ട് നോക്കും വെന്തിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ എന്തായാലും ഒരു 6 വിസിലോടുകൂടെ ഞാൻ ഇന്ന് ഇത് ഓഫ് ചെയ്യും. കാരണം നമുക്ക് നാളെയല്ലേ വെക്കണ്ടേ. അപ്പം നാളെ ആകുമ്പോഴേക്കും അതിൻ്റെ നെയ്യൊക്കെ നല്ല കട്ടയായിട്ടുണ്ടാവും. അപ്പം അതൊന്നും കൂടെ ഒരു 2 വിസിൽ വരാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 2 വിസിലൂടെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് നാളെ പെട്ടെന്ന് മസാലയൊക്കെ ആയിട്ട് യോജിപ്പിക്കാൻ പറ്റും. അപ്പം ഞാനിത് കുക്കറിലിട്ടിട്ട് വിസിലൊക്കെ വെക്കട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളെ കാണിക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നാളെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് അതിൻ്റെ ബിരിയാണി ഉണ്ടാക്കുന്നതും ഇത് മസാലയാക്കുന്നതും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്ന് ഇനി പടപടേന്ന് ചെയ്താലാണ് പെട്ടെന്നാണ് നമ്മുടെ കാര്യങ്ങൾ നീങ്ങുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ബാക്കി പണികൾ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സവാള വഴറ്റാം കേട്ടോ. ചിക്കൻ കറിയിലും ഏതൊരു നോൺ വെജിനും സവാള അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യം തന്നെ അത് ചേർത്ത് ഇളക്കാൻ തുടങ്ങിയാൽ നമ്മുടെ പണി പെട്ടെന്ന് ഫാസ്റ്റ് ആവും. അപ്പോൾ സവാള ഞാൻ ഒരു 3-4 ഇടത്തരം സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ തോതിൽ ഉപ്പ് ഇട്ട് ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ അതിലേക്ക് നമ്മളുടെ ഇഞ്ചിയും പച്ചമുളകും പിന്നെന്താ കറിവേപ്പിലയും വെളുത്തുള്ളിയും അതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ഡ്ർ എന്ന് പറഞ്ഞൊരു അടി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ അതെല്ലാം ഒരു പാകത്തിനായി വരുമ്പോഴേക്കും പൊടികളൊക്കെ ഞാനൊരു പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരുംജീരകം. പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, ഒറ്റയടിക്ക് അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇനി പൊടികളെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പച്ചമണം മാറുക എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിലൊന്നും നമുക്ക് മനസ്സിലാവില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താണ് ശരിയാവുന്നതല്ലേ. അപ്പം അങ്ങനെ
കുക്കിംഗ് ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും. അത് ഏകദേശം പൊടികളൊക്കെ ആയി എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ദേ പൊടികളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ ബിരിയാണിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും ഇല്ലാതെ ബിരിയാണി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മല്ലിയിലയും പുതിനയിലയും പിന്നെ ഒരു 2 ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴണ്ടി വരട്ടെ. ആവശ്യമുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്ല ഇനിയിപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓൾറെഡി ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടായാലും മൂടി വെച്ചാലും അത് മെൽറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാലച്ചെപ്പ് ഇതാണ് കേട്ടോ. ഇങ്ങനൊരു മസാലച്ചെപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്കെല്ലാം വേഗം വേഗം വേർതിരിച്ച് എടുത്ത് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് എടുത്ത് വെക്കുക. അപ്പോൾ അതിൽ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ കറുവപ്പട്ട, പിന്നെന്താ ഏലക്കായ, ബേ ലീഫ്, ഗ്രാമ്പൂ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു 3, 4 എണ്ണം അളവിലായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നലെ നമ്മൾ വേവിച്ച് വെച്ച കുക്കറിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നെയ്യൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ വേവ് അത്യാവശ്യമായിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് ഈ മസാലയിൽ കിടന്ന് ആവേണ്ടതല്ലേ. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു ട്ടോ. പിന്നെ ഞാനൊരു വിസിലടിപ്പിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അതങ്ങനെ നെയ്യൊക്കെ ഉരുകി വന്നപ്പോൾ ഈ ഒരു പരുവത്തിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഗ്ലാസ്സിലാണ് അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജീരകശാല അരി ആയതുകൊണ്ട് ആ ഗ്ലാസ്സിൽ തന്നെ 6 ഗ്ലാസ് വെള്ളം ഞാൻ സെപ്പറേറ്റ് ചൂടാക്കി വെച്ചിട്ടുണ്ട് ട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഞാൻ നമ്മളുടെ പാത്രം വെച്ചു. അതിൽ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്ത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മുഴുവൻ മസാല ഈ കറുവപ്പട്ടയും ഏലക്കായും ഗ്രാമ്പൂവും ബേ ലീഫൊക്കെ ഇട്ട് കൊടുത്തു ട്ടോ. ബിരിയാണി ഉണ്ടാക്കാനൊന്നും ഇപ്പോൾ ആർക്കും അറിയാത്തതൊന്നുമില്ല. എന്നാലും നമ്മൾ കാണിക്കുന്ന ഒരു കാര്യം പറയുന്നെന്നുള്ളൂ ട്ടോ. അതിൽ എന്നിട്ട് ഞാൻ നേരത്തെ കഴുകി വെള്ളം വാല് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ജീരകശാല അരി അതൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നൊരു ചൂട് കയറ്റണം. അതിനും നമുക്ക് ആ ഒരു സ്മെല്ല് ഫീൽ ചെയ്യും. നമ്മുടെ ഈ അരി ഒന്ന് മൂത്ത് വരുന്നതിൻ്റെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും ട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളത്തിലോട്ട് നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ചോറൊക്കെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിക്കുന്നത്. ഉപ്പും ഒന്ന് മുൻതൂക്കം നിൽക്കുന്ന അളവിൽ ഒഴിച്ച് കൊടുത്തിട്ട് അരിയുടെ ആ മൂത്തൊരു സ്മെല്ല് വന്നപ്പോൾ ഞാൻ ആ വെള്ളം അങ്ങനെ തന്നെ ഒഴിച്ച് കൊടുത്തു. മീഡിയം തീയിൽ അടച്ച് വെച്ചിട്ട് ഇനി വേവിക്കാം. ആ ഒരു വെള്ളം വറ്റി വരുമ്പോൾ നമ്മുടെ ചോറും കറക്റ്റായിട്ടുണ്ടാവും ട്ടോ. അപ്പോൾ ദേ ഇപ്പുറത്ത് നമ്മുടെ ബീഫ് ഇങ്ങനെ നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ചോറിൻ്റെ വേവ് ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. എന്നാൽ വെള്ളത്തിൻ്റെ അംശം ഇത്തിരി ഉണ്ട് അതിൽ കണ്ടോ? ഇത്തിരി വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി മറിച്ചിട്ടിട്ട് അത് തുറന്ന് വെച്ച് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് അപ്പോൾ ഇനി തുറന്നിരിക്കുമ്പോൾ ആ ആവി പുറത്ത് പോയി അതിൻ്റെ വെള്ളം വറ്റാനായാലും അപ്പോൾ നമ്മൾ ചോറ് കറക്റ്റ് പാകത്തിന് വെന്ത് വരുമ്പോഴേക്കും അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ടാവും. ഇങ്ങനെ ചോറ് വെക്കുമ്പോൾ നമ്മൾ കുക്കറിലൊക്കെ വെക്കുന്നതിനേക്കാൾ നമുക്ക് ഒരുപാട് അളവ് വെക്കും ചെയ്യാം. ഇത്തിരിയും കൂടെ സോഫ്റ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കറിയിൽ നിന്ന് ഞാൻ കുറച്ച് ചാറും കുറച്ച് കഷ്ണങ്ങളായിട്ട് മാറ്റി വെച്ചു. രാത്രി ചപ്പാത്തിക്ക് കറിയായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും ചാറ് വേണമല്ലോ. അപ്പോൾ പിന്നെ അത് അങ്ങനെ വറ്റിച്ച് കളയണ്ടാന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മാറ്റി വെച്ച് ബാക്കിയുള്ളതിനെ ഇങ്ങനെ ഒരു ഏകദേശം ഒരു കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ദമ്മിടാം. എനിക്ക് ബിരിയാണി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ദമ്മിടുന്ന ഒരു പരിപാടിയാണ് ട്ടോ. കാരണം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് ഇങ്ങനെ ലെയർ ആക്കി അത് ഇങ്ങനെ ഇടുക എന്ന് പറയുന്നതാണ് എനിക്ക് ബിരിയാണി വെക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും കുക്കർ ബിരിയാണിയാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കിയിരുന്നത്. പിന്നീടാണ് ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പഠിച്ചത്. എൻ്റെ ഒരു കൂട്ടുകാരി വന്നപ്പോൾ കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് എൻ്റെ കൂട്ടുകാരി വന്നപ്പോൾ അവളാണ് കേട്ടോ എന്നെ ഇങ്ങനെ "നീ അത് കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങട് ഉണ്ടാക്കുക. ഒരു കുഴപ്പമില്ല" എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയത്. അതിന് ശേഷം പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ബീഫ് ഏറ്റവും അടിയിൽ ഞാനൊരു കുറച്ച് ബീഫ് ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ചോറിട്ടു. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സവാള വറുത്തതും പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെന്താ മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് ചെറി ഇതൊക്കെ ഇട്ട് കൊടുത്തു ട്ടോ. ഇവിടെ മോളൊക്കെ ആണെങ്കി ഇതെല്ലാം മാറ്റി വെച്ച് കഴിക്കും. അപ്പം ഞാൻ ചിലപ്പോൾ അവൾക്ക് നമ്മളിങ്ങനെ ഇടുന്നതിന് മുന്നേ തന്നെ ചോറ് കുറച്ച് മാറ്റി വെച്ച് കൊടുക്കും. ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല. എനിക്കിങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കൂട്ടി ബിരിയാണി കഴിക്കുന്നതാണ് ഇഷ്ടം ട്ടോ. പക്ഷെ നമ്മൾ പുറത്ത് റെസ്റ്റോറൻറ്റിലൊന്നും പോകുമ്പോൾ ഇങ്ങനെയൊന്നും ഇപ്പൊ ഒന്നും കാണാറ് പോലുമില്ല. മുകളിൽ 2 ഒരു കശുവണ്ടിയും കുറച്ച് സവാള വറുത്തതുണ്ടെങ്കിൽ ഭാഗ്യം. അങ്ങനെയാണ് ഇപ്പോൾ ബിരിയാണിയൊക്കെ കാണാറുള്ളത്. എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ വളരെ റിച്ച് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ല എത്ര രൂപ കൊടുത്തിട്ട് വേണം നമ്മൾ പുറത്ത് പോയിട്ട് ഒരു 4 ആൾ ബിരിയാണി കഴിക്കണമെങ്കിൽ ഇത് നമുക്ക് സുന്ദരമായിട്ട് നമ്മളുടെ വീട്ടിൽ ഒരു കുഴപ്പമില്ലാതെ ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ എങ്ങാനും ഒരു പാളിച്ച പറ്റിയാലും
വീണ്ടും ഉണ്ടാക്കി നോക്കുക. ഒരു കുഴപ്പവുമില്ലല്ലോ. നമ്മളുടെ വീട്ടില് നമ്മളല്ലേ കഴിക്കുന്നേ. പക്ഷെ അതിനൊരു കുഴപ്പവും വരില്ലട്ടോ. ആ അരിയുടെ അളവ് ജീരകശാല അരിക്കാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. ബസ്മതി അരിയാണെങ്കില് 1 ഗ്ലാസ് അരിക്ക് 1½ ഗ്ലാസ് വെള്ളം എന്നുള്ളൊരു കണക്കില്. വേണമെങ്കിൽ എല്ലാ അളവും ഒഴിച്ചതിന് ശേഷം ഒരു 1/4 ഗ്ലാസും കൂടെ കൂടുതൽ ഒഴിച്ചേക്കുക. അപ്പോൾ അത് ശരിയാവും. അപ്പോൾ നമ്മളുടെ അടുപ്പ് ഇതാണ് ട്ടോ. പ്യുവർ ഫ്ലെയിമിന്റെ അടുപ്പാണ്. 777 എന്ന് പറയുന്ന ഒരു മോഡലാണിത്. അങ്ങനെ കുത്തായിട്ടുള്ള ബർണറുകളാവുമ്പോ തന്നെ നമ്മുടെ തീ കത്താനായിട്ടേ വളരെ സോഫ്റ്റാണ്. ഒരു വിരുന്നുകാര് വരുന്നെന്ന് പറയുമ്പോ തന്നെ അവര് വീട്ടീന്ന് ഇറങ്ങുമ്പോ ചായ വെച്ചാലാണ് ഇവിടെ തിളയ്ക്കുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. കുറേ നാളായി ഞാൻ അതും കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. ശരിയാവും, കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ മുന്നോട്ട് പോയി. ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ. അപ്പോ എൻ്റെ അടുത്ത് വിജയേട്ടൻ പറഞ്ഞു, "നമുക്ക് ഈ ഒരു അടുപ്പ് വേണ്ട. നമുക്ക് അടുപ്പ് മാറ്റാം" എന്ന് പറഞ്ഞ് നമ്മള് ബ്ലോ ഹോട്ടിന്റെ അടുപ്പ് മേടിച്ചിട്ടോ. അതില് ഫ്ലെയിം എന്ന് വെച്ചാല് ഇങ്ങനെ ലൈനാണ്. അപ്പൊ ഭയങ്കര ഭയങ്കര ഊർജ്ജമായിട്ടാണ്. ഭയങ്കര എന്താ പറയാ അങ്ങനെ കത്തുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് കഴിയും. ഒരു വെള്ളം തിളയ്ക്കാനാണെങ്കിലും പാല് വെക്കാനാണെങ്കിലും എല്ലാ പരിപാടികളും വേഗം വേഗം കഴിയൂട്ടോ. അങ്ങനെ അങ്ങനെ പിറ്റേ ദിവസം ഇതിപ്പോ തിങ്കളാഴ്ച രാവിലെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പതുക്കെ നമ്മുടെ റുട്ടീൻ ലൈഫിലോട്ട് വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ നമുക്ക് വന്നല്ലേ പറ്റൂ. പിന്നെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടാവുന്നത് തന്നെയാണ് കൂടുതൽ നല്ലത്. അപ്പൊ നമുക്കാണെങ്കിലും ഒരു റുട്ടീൻ ലൈഫാണ് എപ്പോഴും നല്ലത്. നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ ഇവിടെ മക്കള് ഇനി തൊട്ട് ക്യാന്റീനിന്നാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. പാത്രത്തിൽ തണുത്തു പോകുന്നു. മോനാണെങ്കി എല്ലാവരും കറികളുടെ സ്മെല്ല് വരുമ്പോ അവന് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ ചോറാണെങ്കിലും പലഹാരാണെങ്കിലും കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരായിരുന്നു. കഴിഞ്ഞ വർഷത്തിന്റെ അവസാനമൊക്കെ അങ്ങനെയായി. അപ്പൊ പിന്നെ ഈ വർഷം ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പൊ മഴക്കാലം കൂടിയാണല്ലോ, ക്യാന്റീനിന്ന് കഴിക്കട്ടെ. അതാവുമ്പോ ഉച്ചയ്ക്ക് നല്ല ചൂടോട് കൂടി അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പൊ ഇനിയിപ്പോ വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പൊ രാവിലെ എനിക്ക് ധൃതി പിടിച്ച് ഇനി ചോറും കറിയും വെക്കണം. അങ്ങനെയുള്ള പണികളൊന്നും ഇല്ലാട്ടോ. അപ്പൊ അങ്ങനത്തെ പണികളൊന്നും ഇല്ല. കാരണം നമ്മൾ ഈ ധൃതി പിടിച്ച് കഷ്ടപ്പെട്ട് വെച്ച് കൊടുത്തിട്ട് തിരിച്ച് ആ പാത്രത്തിൽ അതേപടി അതിവിടെ കൊണ്ടുവന്ന് തട്ടുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ്. നമ്മളുടെ ഫുഡും വേസ്റ്റ് ആവുന്നു. അവര് കഴിക്കുന്നുമില്ല. എന്നാ പിന്നെ സ്കൂളിൽ അങ്ങനെ ക്യാന്റീനിന്ന് കഴിക്കാൻ ഒരു ഓപ്ഷൻ ഉള്ള സ്ഥിതിക്ക് അങ്ങനെ പോട്ടേന്ന് അപ്പ പറഞ്ഞു. അപ്പൊ 50 രൂപയാണ് ട്ടോ ഒരാൾക്ക് ഒരു ദിവസം. അപ്പൊ 2 പേർക്കും ഫുഡ് കഴിക്കണമെങ്കിൽ 100 രൂപ വേണം ഒരു ദിവസം. എന്നാലും അവര് ഉച്ചയ്ക്ക് നല്ല സമൃദ്ധിയായിട്ട് നല്ല സാമ്പാറും തോരനും ഇവിടെ കഴിക്കാത്ത തോരൻ പോലും അവര് ആ സമയത്ത് നല്ല വിശപ്പില് നല്ല ചൂടില് കിട്ടുമ്പോ അവര് കഴിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് സ്കൂള് വിട്ട് വരുമ്പഴായാലും ആ ഒരു 3 മണിക്കൊക്കെ വരുമ്പോ പിന്നെ അവർക്ക് ചായ കുടിക്കാൻ മാത്രമുള്ള വിശപ്പൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ അവര് ഉച്ചയ്ക്ക് നല്ല രീതിയില് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാണ് ഞാൻ അതീന്ന് മനസ്സിലാക്കുന്നെ. അപ്പൊ നമ്മളത് അങ്ങനെയാക്കി. വെള്ളം ഞാന് തലേദിവസം രാത്രി തിളപ്പിച്ച് വെക്കൂട്ടോ. കാരണം രാവിലെ എഴുന്നേറ്റ് തിളപ്പിച്ച് കാരണം ഇപ്പൊ ചോറൊന്നും വെക്കാത്തത് കൊണ്ട് ഞാനും അവരൊക്കെ ഒരുമിച്ച് ഒരു 6:45 ഒക്കെ ആകുമ്പഴേ എഴുന്നേൽക്കുള്ളൂ. കാരണം ഒരു 7:30 ആകുമ്പഴാണ് പോവാ. എനിക്കിപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം മാത്രമല്ലേ നോക്കേണ്ടതുള്ളൂ. അപ്പൊ പിന്നെ ഞാനും നേരത്തെ എഴുന്നേൽക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ വെള്ളം ഞാന് തലേദിവസം തിളപ്പിച്ച് വെക്കും. അല്ലെങ്കിൽ പിന്നെ രാവിലെ ആ സമയത്ത് ധൃതി പിടിച്ച് തിളപ്പിച്ചാല് ചിലപ്പോ അതിന്റെ ചൂട് ആറിയിട്ടില്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒഴിക്കണതല്ലേ. അപ്പൊ അതുകൊണ്ട് രാത്രി കിടക്കാൻ പോണേറ്റ് മുന്നേ ഞാൻ വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് കിടക്കുക. അതാണ് ഞാനിപ്പോ ബോട്ടിലിൽ നിറച്ച് വെച്ചത്. അപ്പൊ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡിന്റെ ഉള്ളില് മുട്ട വെച്ചിട്ട് നമ്മുടെ സാൻഡ്വിച്ച് പോലെ വേറെ സോസുകളും പച്ചക്കറികളൊന്നും വെച്ചിട്ടില്ല. വെറുതെ ബ്രെഡിന്റെ ഉള്ളിൽ ഒരു മുട്ട ബുൾസൈ ഉണ്ടാക്കിയിട്ട് കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് അതങ്ങനെ വെച്ച് കൊടുക്കാണ് ട്ടോ. രാവിലെ ആണെങ്കിലും ഇവർക്ക് ഇഡലിയും ദോശയും കഴിക്കുക അല്ലെങ്കിൽ നൂലപ്പം കഴിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മള് രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഒരു ഇഡലി അല്ലെങ്കിൽ ഒരു ദോശ നമ്മുടെ സങ്കടം കണ്ടിട്ടാണ് അവര് കഴിക്കുന്നത്. അതല്ലാതെ അവർക്ക് രാവിലെ അത് കഴിച്ചു പോകാനായിട്ട് താല്പര്യമില്ല. എന്നാ വല്ല പഴം പുഴുങ്ങിയതോ, പഴം നെയ്യിട്ടതോ, ഇതുപോലെ ബ്രെഡും മുട്ടയൊക്കെ ആണെങ്കിൽ അവര് കഴിച്ചു പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയാക്കാം. കാരണം നമ്മള് ഇഡലിയും ദോശയൊക്കെ രാവിലെ കുത്തി തിന്നാനായിട്ട് അവർക്കും ബുദ്ധിമുട്ട്. നമ്മള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതല്ലാണ്ട് അതിന് ഒരു ഗുണവും കിട്ടുന്നില്ല. ഒരു നേന്ത്രപ്പഴോ, ഒരു മുട്ടയൊക്കെ കഴിച്ചു പോവാണെങ്കിൽ അതിന്റെയെങ്കിലും ഗുണം അവർക്ക് കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഇനി തൊട്ട് ഇങ്ങനെ വളരെ ലഘുവായ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മാത്രം നേരം വൈകിയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു ആരാംസെ ഇരുന്നിട്ട് അങ്ങനെ ഇഡലിയും ദോശയോ വെള്ളയപ്പം സ്റ്റൂവോ അങ്ങനെയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം മാത്രമാണ് ഇനി കാര്യമായൊരു കുക്കിംഗ് നമ്മളുടെ വീട്ടിലുള്ളൂ എന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ മക്കളങ്ങനെ ക്യാന്റീനിന്ന് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്കും ഒരു ഡയറ്റായി. രാവിലെ ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കേണ്ട പിന്നെ രാത്രി ചപ്പാത്തിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഓക്കെ ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്നെ ഇപ്പോൾ കഴിഞ്ഞ പണ്ടത്തെ ഒരുപാട് വീഡിയോസായിട്ട് കാണുന്നവർക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ നല്ല രീതിയിൽ വണ്ണം വെച്ചിട്ടുണ്ട് ട്ടോ. ദുബായിലൊക്കെ പോയി നല്ല എന്താ പറയാ ആർമാദിച്ച് നടന്ന്
പുറത്തുനിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കറങ്ങി നടന്ന് ഞാൻ നല്ലോണം വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് എനിക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് ട്ടോ. പിന്നെ ഈ വണ്ടിയുമുള്ള യാത്ര തുടങ്ങിയപ്പോൾ നടത്തം എന്ന് പറയുന്നതും എനിക്ക് തീരെ ഇല്ലാതായി. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. എല്ലാം ശരിയാക്കണം. എന്തായാലും ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. ജൂൺ 2 തിങ്കളാഴ്ചത്തെ ഒരു ദിവസമാണ് ട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ പോകുന്ന നേരത്ത് മഴയൊന്നുമില്ല. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂളിലെത്തിയതിന് ശേഷം ഒരു 9:30 ഒക്കെ ആയപ്പോഴേക്കും ഇവിടെ അടിപൊളി മഴയായിരുന്നു ട്ടോ. അപ്പോൾ എല്ലാ മക്കളും സ്കൂളിൽ പോവാനായിട്ട് 2 മാസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കാറ്റീസം തുടങ്ങി, ദേ സ്കൂൾ തുടങ്ങി. എല്ലാവരും ബാക്ക് ടു നോർമൽ ആ ഒരു യൂഷ്വൽ ലൈഫിലോട്ട് കടക്കുകയാണ്. എന്തായാലും നമ്മുടെ മക്കളെല്ലാവരും നന്നായി പഠിക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. അതിനുപരി നല്ല മക്കളാവണം. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്നത് വളരെ ദുർഘടം പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഞ്ചാവും, മയക്കുമരുന്നും എന്തിന് നമുക്ക് സ്വന്തക്കാരെന്ന് വിചാരിക്കുന്ന ആളുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ നമ്മുടെ മക്കൾ അതിലൊന്നും പെടാതെ നല്ല മക്കളായിട്ട് വളരണം എന്നാണ്, എല്ലാ മക്കളും നന്നായിട്ട് വളരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ എല്ലാ കുട്ടികൾക്കും, ഒരുപാട് കുട്ടികൾ ഈ ഒരു വർഷം പുതിയതായി സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം, നന്നായി പഠിക്കാനും ഒരാപത്തിലും അപകടങ്ങളിലും പെടാതെ തെറ്റായ കൂട്ടുകെട്ടുകളെല്ലാം മനസ്സിലാക്കി അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരാനും എല്ലാം സാധിക്കട്ടെ. എപ്പോഴും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹവും എല്ലാ കുഞ്ഞുമക്കൾക്കും, എല്ലാ മക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ് ട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ കാണുന്ന കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ മക്കളും നല്ല അനുഗ്രഹത്തോടെ പോയി വരട്ടെ. മക്കളെക്കുറിച്ച് പറയുമ്പോൾ എനിക്കിങ്ങനെ വാതോരാതെ സംസാരിക്കേണ്ടി വരും ട്ടോ. എന്തായാലും അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.